പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പൊ ഇടവും വലവും ഞാൻ വിനോദിനെയും പ്രമോദിനെ ഇരുത്തേക്കുമാണ്. ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ അന്വേഷണത്തിന് പോകുന്നതായിട്ട് പോസ്റ്ററിലൊക്കെ കണ്ടത്. ഇവരുടെ ഒരു അന്വേഷണം പിന്നെ 4 പേര് നമ്മൾ ചിത്രത്തിൽ കാണുന്നു. നമ്മൾ ഇരുന്നവരെ മാത്രമേ പറയുന്നുള്ളൂ. രാഹുൽ ഇന്ന് ഇവിടെ ഇല്ല. ഇടവും വലവും ഇരുത്തേക്കാണ്. ഇവരുടെ ഒരു യാത്രയാണല്ലോ, നിങ്ങളുടെ കൂടെയുള്ള യാത്രയാണ്. നമ്മൾ അന്വേഷണത്തിൽ പോകുമ്പോൾ പല അനുഭവങ്ങളുണ്ടാകും. സിനിമയ്ക്ക് പുറത്തുനിന്ന് അനുഭവം ഉണ്ടാകുമല്ലോ. സിനിമ ഷൂട്ടല്ല, അത്ര ഒരു അനുഭവം ഷെയർ ചെയ്യാൻ പറ്റുക ഏതായിരിക്കും ഓർമ്മ വരിക? പെട്ടെന്ന് ഇവരിൽ നിന്നുണ്ടായ ഒരു അനുഭവം, നിങ്ങൾ മാറിയിരുന്ന് പറഞ്ഞൊരു അനുഭവം. അത് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മാറിയിരിക്കും. പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് നല്ല സന്തോഷമുള്ള ഓർമ്മകളാണ് ഈ സിനിമയെ പറ്റിയിട്ട്. സന്തോഷമുള്ള ഓർമ്മകളേ ഉള്ളൂ. നമ്മള് എന്റെ ജോലിയല്ലാതെ മറ്റൊരു ടെൻഷനും എനിക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. മറ്റൊരു കാര്യങ്ങളിലും ഒരു ടെൻഷനും ഞങ്ങളെ ഇവരെ അറിയിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് ഷൂട്ടിന്റെ ഇടയ്ക്ക് ബ്രേക്കിൽ നമ്മൾ ക്രിക്കറ്റ് കളിയൊക്കെയായിരുന്നു. അല്ലാതെ നമുക്ക് വേറെ ഒന്നും മാനേജ് ചെയ്യാനോ ടെൻഷനോ ഇല്ല. കാര്യം അടുത്ത ഷോട്ട് റെഡി ആകുമ്പോഴത്തേക്കും ലൈറ്റപ്പ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫ്രഷ് ആയി അവിടെ ചെന്ന് അഭിനയിച്ചാൽ മതി. അതല്ലാതെ നമുക്ക് അങ്ങനെ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ഷൂട്ട് ചെയ്ത സിനിമയല്ല അത്. അതുപോലെ തന്നെ നമ്മള് എല്ലാവരും, ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരും ഒരുമിച്ചാണ് ഈ പറഞ്ഞ ക്രിക്കറ്റ് കളിയും. അതെ അതെ, ആ വീഡിയോ നമ്മൾ കാണാറുണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ എല്ലാവരും ഒരുമിച്ചിരിക്കലും തമാശകളും കഥകളും, ജിനിച്ചേട്ടൻ കുറെ പഴയ കഥകളൊക്കെ പറയും, നമ്മളുടെ എന്തും ഉണ്ടാവും. അപ്പൊ അതിന് കൗണ്ടർ പറയാനൊരു കഥ ഇതൊക്കെ പറഞ്ഞ് ഞങ്ങള് ഒന്നുകിൽ ഞാൻ താമസിക്കുന്നിടത്തേക്ക് ഇവര് വരും, അല്ലെങ്കിൽ ഇവര് താമസിക്കുന്നിടത്തേക്ക് ഞാൻ പോകും എന്നുള്ള പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു വീടൊക്കെ എടുത്ത് അവിടെ പാലയില് വീടെടുത്തിട്ട് അവിടെയാണ് ഞാനും എന്റെ കൂടെയുള്ളവരും ഒക്കെ താമസിക്കുന്നത്. അപ്പൊ ഇവരവിടെ വരും, നമ്മളവിടെ കുക്കിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഒരു 6 മണിക്കൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളും അവിടെ ഒരു പുഴയുണ്ട്, പുഴയെ ചാടാം. അങ്ങനെ ഹാപ്പി ആയിട്ടാണ്. അതായത് സിനിമ അത് ഇവര് മാത്രല്ല, കോട്ടയം നസീർ, അസീസ് നിരങ്ങാട് തുടങ്ങിയ നമ്മളെ ഈ ചേട്ടന്മാരും ഒക്കെ ഉണ്ടാവും. നന്ദു ചേട്ടൻ വരും, എല്ലാരും വരും, നിശാന്ത് ചേട്ടൻ, നിശാന്ത് സാഗർ, എല്ലാരും കൂടെ നമ്മള് ഒരുമിച്ച് കൂടുന്നു എന്ന് പറയണതും. നമ്മൾ ഈ സിനിമ കുറച്ച് സീരിയസ് സിനിമയാണ്. അതിനകത്ത് ഹ്യൂമർ അല്ലെങ്കിൽ ഭയങ്കര ജോളി കാര്യങ്ങളെക്കാൾ കൂടുതൽ ഈ ഒരു കൊലപാതകം അന്വേഷിക്കുന്നതിന്റെ ഇടയ്ക്ക് അധികം നമുക്ക് അങ്ങനെ സ്പേസ് ഇല്ല, അങ്ങനെ സ്പോണ്ടേനിയസ് ഹ്യൂമർ. പക്ഷെ ഇതിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരെല്ലാവരും, ഇപ്പൊ അസീസ്ക്കാണെങ്കിലും നസീർക്കാണെങ്കിലും ഇവരൊക്കെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഭയങ്കര സീരിയസ് ആണ്. എന്നാൽ ഇവര് ശരിക്കും ഇവര് ഭയങ്കര ഹ്യൂമറിന്റെ ആൾക്കാരാണ്. നമ്മളെല്ലാവരും ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും പടം കുറച്ച് സീരിയസുമാണ്. അതൊരിക്കലും നമ്മളുടെ പേഴ്സണൽ മറ്റേ സന്തോഷങ്ങളെയൊന്നും ബാധിക്കുന്നില്ല, സിനിമേനെയും ബാധിക്കുന്നില്ല. ആക്ഷൻ പിടിച്ച അല്ല, അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ദിവസത്തെയും നമ്മൾ എൻജോയ് ചെയ്യണം, സന്തോഷത്തിൽ തന്നെ. അപ്പൊ നമുക്ക് അത് അഭിനയിക്കുമ്പോൾ ഒരു സുഖമാണ്. വർഷത്തിൽ ഭൂരിഭാഗം ദിവസം നമ്മൾ ഈ ഏതെങ്കിലും ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണല്ലോ. അപ്പൊ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ബ്രേക്ക് എടുത്ത് ഒരു ദിവസം വെറുതെ ഇരിക്കണമെന്ന് തോന്നരുത്. കാര്യം ആ പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്യണം. അങ്ങനെ എനിക്ക് ഒരു ദിവസം പോലും ബ്രേക്ക് വേണമെന്ന് തോന്നാത്തൊരു സിനിമയായിരുന്നു അന്വേഷിപ്പിക്കേണ്ടത്. തീർച്ചയായിട്ടും.